ഏത് വിധേനയും ഹമാസിനെ നിരായുധീകരിക്കുമെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കഠിനമായതോ അല്ലെങ്കിൽ എളുപ്പത്തിലുള്ളതോ ആയ ഏത് മാർഗത്തിലൂടെയും അത് ഇസ്രായേൽ സാധ്യമാക്കുമെന്ന് നെതന്യാഹു ഇന്നലെ തറപ്പിച്ചു പറഞ്ഞു. ഗാസയെ സൈനിക മുക്തമാക്കുമെന്നും ആഴ്ചതോറും നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നെതന്യാഹു പറഞ്ഞു. യുദ്ധാനന്തര പുനർനിർമ്മാണം, സാമ്പത്തിക വീണ്ടെടുപ്പ് തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഗാസയിൽ സമാധാന ബോർഡ് സ്ഥാപിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാന പദ്ധതിയെ അംഗീകരിക്കുന്ന UN സുരക്ഷാ സമിതി പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിന് ഒരു ദിവസം മുമ്പാണ് നെതന്യാഹുവിൻ്റെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. 20 ഇന പദ്ധതിയിലായാലും മറ്റെന്തിലായാലും ഈ പ്രദേശം സൈനിക മുക്തമാക്കും, ഹമാസിനെ തീർത്തും നിരായുധരാക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് പ്രസിഡന്റ് ട്രംപും പറഞ്ഞത്. എന്നാൽ ഈ വ്യവസ്ഥ ഹമാസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് എവിടെയും പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനോടുള്ള ഇസ്രായേലിൻ്റെ എതിർപ്പിന് ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നും നെതന്യാഹു പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയതിനോട് പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാരോപിച്ച് ധനമന്ത്രി ബെസാലേൽ സെമോട്രിച്ച് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷി അംഗങ്ങളിൽ നിന്ന് നെതന്യാഹുവിന് കനത്ത വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. അതിന് മറുപടിയായാണ് പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള തൻ്റെ എതിർപ്പിനെക്കുറിച്ച് നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ ആവർത്തിച്ച് പറഞ്ഞത്. മറ്റ് മന്ത്രിമാരും പലസ്തീൻ രാഷ്ട്രപതിയോടുള്ള തങ്ങളുടെ എതിർപ്പ് വളരെ ശക്തമായി തന്നെ പ്രകടിപ്പിച്ചു. അമേരിക്കൻ പിന്തുണയുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ജീവിച്ചിരിക്കുന്ന അവസാന 20 ഇസ്രായേലി ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരുന്നു. കൊല്ലപ്പെട്ട 28 പേരിൽ മിക്കവാറും എല്ലാവരുടെയും മൃതദേഹങ്ങളും അവർ വിട്ടു നൽകുകയും ചെയ്തു. അതിന് പകരമായി ഇസ്രായേൽ ഏകദേശം 2000 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും 330 മൃതദേഹങ്ങൾ തിരികെ നൽകുകയും ചെയ്തു. ഗാസയെ വിഭജിച്ച് ഗ്രീൻ സോൺ നിർമ്മിക്കാനുള്ള വൻ സൈനിക പദ്ധതിയുമായി അമേരിക്ക രംഗത്ത് വന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുണ്ടായിരുന്നു. അതിനിടെ ഗാസയിൽ ആക്രമണം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഖാൻ യൂണിസിൽ നടന്ന ബോംബിങ്ങിൽ 4 പേരാണ് കൊല്ലപ്പെട്ടത്. വെസ്റ്റ് ബാങ്കിൽ ഒരു കുഞ്ഞിനെയും സേന വെടിവെച്ച് കൊന്നു. 3 ദിവസത്തിനിടെ 17 മൃതദേഹങ്ങൾ ഗാസയിലെ ആശുപത്രികളിലേക്ക് എത്തിയതോടെ ഇസ്രായേൽ അധിനിവേശത്തിൽ മരണസംഖ്യ 69,483 ഉയർന്നു. ഒക്ടോബർ 10 വെടിനിർത്തൽ നടപ്പായ ശേഷം മാത്രം ഗാസയിൽ 266 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വളരെ ശക്തമായ മഴയും കാറ്റും മൂലം ഗാസയിൽ താൽക്കാലിക വസതികളിൽ കഴിഞ്ഞു വന്ന 10,000-ങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. പകരം താമസ സൗകര്യങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ അവസ്ഥ കൂടുതൽ ദയനീയമായി മാറുമെന്ന് ഗാസ സിവിൽ ഡിഫൻസ് വക്താവായ മഹമ്മൂദ് ബാസൽ പറഞ്ഞു. ടെൻറ്റുകളിൽ നിന്നും വെള്ളം ഒഴുക്കിക്കളയുന്നതിനും ഖരമാലിന്യങ്ങളും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതിനുമുള്ള ഉപകരണങ്ങളൊന്നും ഗാസയിൽ ഇല്ലെന്ന് UN സെക്രട്ടറി ജനറലിൻ്റെ വക്താവായ സ്റ്റെഫാൻ ഡുജാറിക്കും അറിയിച്ചിട്ടുണ്ട്. UN സുരക്ഷാ കൗൺസിലിൽ ഗാസയിൽ സമാധാന സേനയെ വിന്യസിക്കുന്നത് സംബന്ധിച്ച സുപ്രധാന വോട്ടെടുപ്പിന് മുന്നോടിയായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചത് റഷ്യൻ നയതന്ത്രത്തിൻ്റെ സ്വാധീനമാണ് വ്യക്തമാക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വച്ച പദ്ധതിയിലെ മേൽനോട്ടം ഇല്ലായ്മയും ദ്വിരാഷ്ട്ര പരിഹാരത്തെ അവഗണിച്ചതും ഇസ്രായേൽ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന സംശയത്തിന് ബലം നൽകുകയാണ്. അതുകൊണ്ട് എല്ലാ കക്ഷികളുടെയും താൽപ്പര്യങ്ങൾ പരിഗണിക്കുന്ന ഒരു നയതന്ത്രപരമായ ചട്ടക്കൂട് വേണമെന്നാണ് റഷ്യയുടെ നിർദ്ദേശം. എന്തായാലും ഇന്ന് UN സുരക്ഷാ കൗൺസിലിൽ നടക്കുന്ന വോട്ടെടുപ്പ് ഏറെ നിർണായകമാകും. ഇസ്രായേൽ താൽപ്പര്യങ്ങളെ മാത്രം മുൻനിർത്തി ദ്വിരാഷ്ട്ര പരിഹാരം പോലുള്ള അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ അവഗണിക്കുന്ന അമേരിക്കൻ പദ്ധതിയാണോ വേണ്ടത്, അല്ലെങ്കിൽ റഷ്യ പറയുന്നത് പോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സമഗ്രമായ ഒരു മേൽനോട്ട സംവിധാനവുമുള്ള ഒരു പരിഹാരമാണോ അംഗീകരിക്കപ്പെടുക എന്നത് കുറച്ച് നേരത്തിനുള്ളിൽ അറിയാൻ കഴിയും.